പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 10 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. എടുത്തു പറയാൻ പറ്റുന്ന കറണ്ട് അഫേഴ്സ് വളരെ കുറച്ചുള്ളൂ. ചില പ്രധാനപ്പെട്ട ഹെഡിങ്സ് ആണ്. കേരള SSLC റിസൾട്ട് 2025 പ്രഖ്യാപിച്ചു. കേരളത്തിൽ 7ാമത്തെ നിപ്പ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സിന്ദൂരത്തിന് ശേഷം കർത്താപൂർ ഇടനാഴി അടച്ചു. വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് ഡേ ആചരിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കേരള SSLC റിസൾട്ട് 2025. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഇന്നലെ 9-ാം തീയതി ആയിരുന്നു കേരളത്തിൽ റിസൾട്ട് പ്രഖ്യാപിച്ച് 10ാം ക്ലാസ്സിൻ്റെ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024-25 കേരളത്തിലെ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയുടെ വിജയ ശതമാനം എത്ര? 99.5%. ഇന്നലെയായിരുന്ന ഫലപ്രഖ്യാപനം. ഇതിൽ കേരളത്തിന് 99.5% വിജയ ശതമാനമാണുള്ളത്. കഴിഞ്ഞ വർഷം ആണെങ്കിൽ 99.69 എന്നാൽ ഈ പ്രാവശ്യം 99.5 വിജയ ശതമാനം. കുറവാണ് വന്നിട്ടുള്ളത്. 2024-25 കേരള സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ എത്ര വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ A+ ലഭിച്ചു? 61,449 വിദ്യാർത്ഥികൾ. മിക്കവാറും എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് എത്ര A+ കിട്ടിയെന്നെല്ലാം. ഈ വർഷം അത് 2024-25 61,449 സ്റ്റുഡൻസിനാണ് ഫുൾ A+ ലഭിച്ചിട്ടുള്ളത്. ഈ വർഷം ആകെ എക്സാം എഴുതിയവർ 4,27,020 പേരാണ്. എന്നാൽ ഇതിൽ 4,24,583 പേർ മാത്രമേ വിജയിച്ചുള്ളൂ. വളരെ കുറച്ച് പേർ പരാജയപ്പെട്ടു. 99.5% വിജയ ശതമാനം. നമുക്ക് നോക്കാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത ഡിസ്ട്രിക്ട് ഏതാണെന്ന്. 2024-25 കേരള സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. 99.87% കണ്ണൂർ ജില്ലയുടെ വിജയ ശതമാനം. ഈ വർഷം ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള പാസിംഗ് പെർസെൻറ്റേജ് ഉള്ള ജില്ല അത് കണ്ണൂർ ആണ്. 99.87%. 98.59% ഏറ്റവും കുറവ് പാസിംഗ് പെർസെൻറ്റേജ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ കണ്ണൂർ. താഴെ നിൽക്കുന്ന ഡിസ്ട്രിക്ട് അത് തിരുവനന്തപുരമാണ്. 2,331 സ്കൂൾസ് ആണ് 100% പാസ് റേറ്റ് ഉള്ളത്. 2024-25 കേരള സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പൂർണ്ണ A+ നേടിയ ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ A+ നേടിയിട്ടുള്ള ജില്ല എന്ന് പറയുമ്പോഴും അതും മലപ്പുറം തന്നെയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. കേരള റിപ്പോർട്ട്സ് 7th നിപ്പ ഔട്ട്ബ്രേക്ക് സിൻസ് 2018. 2018 ശേഷം കേരളത്തിൽ 7ാമത്തെ നിപ്പ ബാധ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 2018 ആദ്യ നിപ്പ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇത് 2001 വെസ്റ്റ് ബംഗാളിലെ സിലിഗുഡി സ്ഥലത്താണ് ആദ്യത്തെ നിപ്പ വൈറസ് കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിൽ ആദ്യത്തെ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത് ഏത് വർഷമാണ്? 2018. 2018 കേരളത്തിൽ ആദ്യത്തെ നിപ്പ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2018 മുതൽ 7ാമത്തെ നിപ്പ വൈറസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. 2025 മെയ് 9 എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? വളാഞ്ചേരി, മലപ്പുറം. മലപ്പുറത്തുള്ള വളാഞ്ചേരി എന്ന സ്ഥലത്താണ് കേരളത്തിൽ ഈ പ്രാവശ്യം നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2018 കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ഒരു വൈറസിനെ ഏത് പേരിലാണ് വിളിക്കപ്പെടുന്നത്? സൊനോട്ടിക് ഡിസീസ് ഓർ സൊനോസിസ് എന്നറിയപ്പെടുന്ന ജന്തുജന്യ രോഗം. സൊനോട്ടിക് ഡിസീസ് ഓർ സൊനോസിസ് എന്നറിയപ്പെടുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാം നിപ്പ വൈറസ് അതല്ലെങ്കിൽ പേപ്പട്ടി തന്നെ പറയുമ്പോൾ അത് മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ പത്രത്തിലും വന്നിട്ടുണ്ട് പേപ്പട്ടി വിഷം ബാധിച്ച് ഒരു 17 വയസ്സുള്ള ഒരു ആൺകുട്ടി ആലപ്പുഴയിൽ മരിച്ച കാര്യം. അതിനു മുമ്പ് 2 ദിവസം മുമ്പായിരുന്നു തിരുവനന്തപുരത്തും ഒരു പെൺകുട്ടി പേപ്പട്ടി വിഷം മൂലം മരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേപ്പട്ടി വിഷം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. 2ാമത്തേത് കൊല്ലം, 3ാമത്തേത് എറണാകുളം. നിപ്പ വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏത് സ്ഥലത്താണ്? സുൻഗൈ നിപ്പ ഗ്രാമം, മലേഷ്യ. മലേഷ്യയിലുള്ള സുൻഗൈ നിപ്പ വില്ലേജിലാണ് ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്
ആദ്യത്തെ ഒരു കേസ് ആണ് ലോകത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത് 1998 മലേഷ്യയിൽ. 1999 അത് സിംഗപ്പൂരിലായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ 2001 വെസ്റ്റ് ബംഗാളിൽ സിലിഗുഡിയിൽ. കേരളത്തിലാണെങ്കിൽ 2018 നിപ്പ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സുങ്കൈ നിപ്പ വില്ലേജ് അവിടെ ആദ്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് തന്നെ നിപ്പ എന്ന പേര് ഈ ഒരു വൈറസിന് നൽകിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് കർത്താപൂർ കോറിഡോർ ക്ലോസ്ഡ് ആഫ്റ്റർ സിന്ദൂർ. സിന്ദൂരത്തിന് ശേഷം കർത്താപൂർ ഇടനാഴി അടച്ചു. നമുക്കറിയാം സിന്ദൂർ ഓപ്പറേഷൻ എന്താണെന്ന്. ഈ കഴിഞ്ഞ മെയ് 7 സിന്ദൂർ ഓപ്പറേഷൻ. പഹൽഗാം അറ്റാക്ക് ബന്ധപ്പെട്ട് 26 പേരാണ് മരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് സിന്ദൂർ ഓപ്പറേഷൻ. ഇതിന്റെ അടുത്തൊരു നടപടി എന്ന് പറയുമ്പോൾ അതായത് ഗുർദാസ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള, നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ സൈനിക നടപടിയായ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യ അടച്ചിട്ട കർത്താർപൂർ ഇടനാഴി ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ല. പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലാണ് കർത്താർപൂർ ഇടനാഴി. കർത്താർപൂർ കോറിഡോർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഇടനാഴി, ഇതിലൂടെയാണ് സിഖ് മതക്കാർ ഗുരുദ്വാര ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഗുരുദ്വാര ദർബാർ സാഹിബ് ഗുരുദ്വാരയിലേക്കുള്ള യാത്ര. ആ ഒരു കോറിഡോർ ആണ് ഇപ്പോൾ അടച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സൈനിക നടപടിയായ സിന്ദൂറിനെ തുടർന്ന് അടച്ചിട്ട ദർബാർ സാഹിബ് ഗുരുദ്വാര ഏത് സ്ഥലത്താണ്? പാകിസ്ഥാൻ, നറോവൽ ജില്ല. പാകിസ്ഥാനിലെ നറോവൽ ജില്ലയിലാണ് ദർബാർ സാഹിബ് ഗുരുദ്വാര. ഇത് ഇന്ത്യൻ ബോർഡേഴ്സിന് ഏതാണ്ട് 4 കിലോമീറ്റർ വരുന്ന ഈ ഒരു ഗുരുദ്വാരയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുമ്പോൾ അത് കർത്താപൂർ കോറിഡോർ ആണ്. കർത്താപൂർ കോറിഡോർ ആണ് സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടുള്ളത്. ഗുരുനാനക് ദേവിന്റെ 550 ജന്മവാർഷികത്തിൽ സ്മരണക്കായി കർത്താർപൂർ ഇടനാഴി ഉദ്ഘാടനം ചെയ്തത് ഏത് തീയതിയിലാണ്? 2019 നവംബർ 9. 2019 നവംബർ 9 കർത്താർപൂർ കോറിഡോർ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് ദർബാർ സാഹിബ് ഗുരുദ്വാര, പാകിസ്ഥാനിലുള്ള നറോവൽ ഡിസ്ട്രിക്റ്റിലുള്ള ദർബാർ സാഹിബ് ഗുരുദ്വാരയിലേക്കുള്ള ഒരു കോറിഡോർ ആണ്, ഒരു ഇടനാഴിയാണ് കർത്താർപൂർ കോറിഡോർ. ഇത് പഞ്ചാബിലെ ഗുർദാസ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് ഡേ. ലോക റെഡ് ക്രോസ് റെഡ് ക്രസന്റ് ഡേ എന്നായിരുന്നു വേൾഡ് റെഡ് ക്രോസ് ദിനം അല്ലെങ്കിൽ റെഡ് ക്രസന്റ് ഡേ ആഘോഷിച്ചിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വർഷം തോറും ലോക റെഡ് ക്രോസ് ദിനവും റെഡ് ക്രസന്റ് ദിനവും ഏത് തീയതിയിലാണ്? മെയ് 8. എല്ലാ വർഷവും മെയ് 8 റെഡ് ക്രോസ് അല്ലെങ്കിൽ റെഡ് ക്രസന്റ് ഡേ ആചരിക്കുന്നത്. ഈ രണ്ട് ഓർഗനൈസേഷനും റെഡ് ക്രോസ് അല്ലെങ്കിൽ റെഡ് ക്രസന്റ് ഡേ ഇതിൻ്റെ ദിനമെന്ന് പറയുമ്പോൾ അത് മെയ് 8 2025 ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെയും റെഡ് ക്രസന്റ് ദിനത്തിൻ്റെയും പ്രമേയം എന്താണ്? കീപ്പിംഗ് ഹ്യൂമാനിറ്റി അലൈവ്. മാനവികതയെ സജീവമായി നിലനിർത്തുന്നു. കീപ്പിംഗ് ഹ്യൂമാനിറ്റി അലൈവ് എന്നതാണ് ഈ പ്രാവശ്യത്തെ തീം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.